സൂപ്പറും പൗർണമിയിലും ഒരുമിച്ചുണ്ടായിരുന്നു. അതിനൊരു സങ്കടം നോക്കുന്നുണ്ടെന്നോ? വിഷമമുണ്ടോ? എനിക്കൊരു സങ്കടമില്ല. തനിക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? നല്ല പോലെ. ജോസഫ് RJ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ അതെ, എഴുത്തുകാരനായിട്ടുണ്ട്, ആക്ടറായിട്ടുണ്ട്. ഇതില് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം? എനിക്ക് ഏറ്റവും സന്തോഷം ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ഇതൊന്നുമല്ല. അപ്പൊ ഇപ്പോഴാണ് ഏറ്റവും സന്തോഷം. സംസാരിച്ചു. ഞാൻ പഠിച്ചത് MBA-ക്കാണ്. വേറെ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും സെയിം പിഞ്ച് കുറച്ചധികം പിച്ചേണ്ടി വരുമോ? ഇങ്ങനെയുള്ള ഈ വോയിസ് വെച്ചിട്ട് ഇപ്പൊ ഒന്നുകൂടെ സംസാരിച്ച് നമസ്കാരം. ഈ വോയിസ് വെച്ചിട്ട് RJ ആകാൻ, RJ എന്ന് പറയുമ്പോൾ ചിലർ വോയിസിലൊക്കെയാണ് എടുക്കുന്നത്, RJ ആവാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഈ RJ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഇത് മൊത്തം ഒരു ട്വിസ്റ്റാണ്. ജോലി മടുത്തത് രാജിവെച്ചു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ഒരു കാര്യമില്ലാണ്ട് ഭയങ്കരമായിട്ട് വൈറലായി. അത് വൈറലായി കഴിഞ്ഞപ്പോൾ റേഡിയോയിൽ നിന്ന് വിളി വന്നു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ RJ ആവാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. വിളിച്ചു. അപ്പം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ് സുരാജേട്ടൻ ഇപ്പം എന്നോട് ചോദിച്ചത്. ഞാൻ അവരോട് ചോദിച്ചു, ഈ ശബ്ദം വെച്ചിട്ട് ആര് കേൾക്കാനാണ് ഷോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ജോസഫ് 2 തരത്തിലുള്ള RJs ഉണ്ട്. ഒന്ന് ശബ്ദം കൊണ്ട് നമ്മളെ പിടിച്ചിരുന്നു, 2 കണ്ടന്റ്. അപ്പം എൻ്റെ ഒരു വീഡിയോ അവർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കണ്ടന്റ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെയൊക്കെ പറഞ്ഞാൽ മതി, ആളുകൾ കേട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ RJ ആയി. 1.5 വർഷമായി. പിന്നെ എഴുത്തിൻ്റെ കാര്യം, RJ ആവുന്നതിന് മുമ്പേ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ജോലി. അപ്പം അത് സമയം കളഞ്ഞിരുന്നത് എഴുതിക്കൊണ്ടാണ്. പലപ്പോഴും ഓഫീസിലിരുന്ന് എഴുതിയിട്ടുണ്ട്. ആ സമയത്താണ് മറ്റേ പുസ്തകം എഴുതുന്നത്. അതെ, ബറീഡ് തോട്ട്സ് എന്ന പുസ്തകം. അതൊരു ആത്മകഥ പെടുന്ന ഒരു സാധനമാണ്. അതെ, ഈ ചെറുപ്രായത്തില് ആത്മകഥ എഴുതിയിട്ടുള്ളതിൽ പിന്നെ കമലാസുരയ്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. താങ്ക് യു. ഇതൊക്കെ എന്ത്? പിന്നെ യാദൃശ്ചികമായ സിനിമയിൽ അഭിനയിച്ചു. ഇതുവരെ എത്തി, അതും ഐശ്വര്യയോടൊപ്പം. അങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു, ഇതുപോലൊക്കെ ഓരോ സ്റ്റേജൊക്കെ നമ്മൾ TV-യിൽ കാണുമ്പോൾ എന്നെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു വേറൊരു ഫീൽ. എനിക്ക് തോന്നുന്നു ജോസഫിന്റെ കുറെ വീഡിയോസ് ഇതുപോലെ വൈറലായിട്ടുള്ളത്. ഒന്ന് ആദ്യം അമ്മയെ കുറിച്ച് സംസാരിച്ച, അതാണ് ഭയങ്കര ഒരു മൂവ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് സെന്റ് തെരേസാസിൽ പോയിട്ട് ആർത്തവത്തെ കുറിച്ച് സ്ത്രീകളോട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഒരു പുരുഷൻ സംസാരിക്കും. സാധാരണ ഒരു ബോയ്സും അഡ്രസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. ഹൗ ഡെയർ യു